വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 4:7. പണവും സമ്പത്തും എന്തൊരു മാസ്മര ശക്തിയുള്ളതാണ്. അത് ശേഖരിക്കുന്നതിലെ ഭോഷത്വം അറിയാവുന്നവർ പോലും ആ ഭോഷത്വം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പണം കൊണ്ട് നേടാവുന്ന പലതുമുണ്ട്. വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെയോ പണമുണ്ടാക്കാൻ ആരെയെങ്കിലുമോ നമുക്ക് നിയമിക്കാൻ കഴിയും. എന്നാൽ നമുക്ക് വേണ്ടി രോഗങ്ങളോ വേദനകളോ സഹിക്കുവാനോ നമുക്ക് പകരം മരിക്കുവാനോ ആരെയും നിയമിക്കാനാവില്ല. അതിനാൽ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിന് നിലവാരം മനസ്സിലാക്കി തിരുത്തുവാൻ സാധിക്കണം. നാം കാട്ടിക്കൂട്ടുന്ന ഭോഷത്വങ്ങൾ തിരിച്ചറിഞ്ഞ് ആർഭാട ജീവിതത്തിന്റെ അർത്ഥശൂന്യത ഗ്രഹിപ്പാൻ കഴിയണം. 100 രൂപയുടെ വാച്ചും 1,00,000 രൂപയുടെ വാച്ചും ഒരേ സമയമാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ധനസമൃദ്ധിയുടെയും ആർഭാടത്തിന്റെയും ഭോഷത്വം ഗ്രഹിക്കാനാവൂ. ജീവിതത്തിന്റെ ആത്യന്തികമായ സന്തോഷവും സമാധാനവും നന്മ ചെയ്യുവാൻ കഴിയുന്നതിൽ മാത്രമാണ്. സമൂഹത്തിന് അനുഗ്രഹമായി ജീവിപ്പാൻ കഴിയുന്നത് പോലെ സന്തോഷകരമായ വേറൊരനുഭവം ഉണ്ടാവില്ല. ആകയാൽ നന്മയുടെ മൂർത്തിമത് ഭാവമായ ദൈവത്തിൽ ശരണം വെച്ച് സമൂഹത്തിന് നന്മയ്ക്കായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.